തെരഞ്ഞെടുപ്പ് ഫലങ്ങളെക്കുറിച്ചുള്ള ആധികാരികമായ സർവേ പുറത്തുവന്നിരിക്കുന്നു. കേരളത്തിന്റെ മണ്ണും മനസ്സും തൊട്ടറിഞ്ഞ ഏഷ്യാനെറ്റ് ന്യൂസ് ജനവികാരം നേരിട്ട് മനസ്സിലാക്കി തയ്യാറാക്കിയ വോട്ട് ഓൺ അക്കൗണ്ട് സർവേയുടെ ഫലങ്ങൾ പുറത്തുവന്നിരിക്കുകയാണ്. കേരളത്തിന്റെ ഹൃദയമിടിപ്പറിയുന്ന കേരളത്തിലെ ഏറ്റവും വലിയ മാധ്യമ സ്ഥാപനമായ ഏഷ്യാനെറ്റ് ന്യൂസിൽ ഏറ്റവും വിശ്വസ്തനായ മാധ്യമ പ്രവർത്തകൻ ഉണ്ണി ബാലകൃഷ്ണൻ നടത്തിയ സർവേ ഫലങ്ങളാണ് ഇപ്പോൾ പിണറായിയുടെ നെഞ്ചിടിപ്പ് കൂട്ടിയിരിക്കുന്നത്. മറ്റൊരു ബാഹ്യ ഇടപെടലുകളും ഇല്ലാതെ തയ്യാറാക്കിയ സർവേ കേരളത്തിലെ ആധികാരിക തെരഞ്ഞെടുപ്പ് സർവേയായി രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. കേരളത്തിന്റെ രാഷ്ട്രീയ മനസ്സ് ആർക്കൊപ്പമാണ് എന്ന ചോദ്യത്തിന് ജനങ്ങൾ നൽകുന്ന ഉത്തരം UDFന് അനുകൂലമായ വൻ തരംഗമാണ് അണിയറയിൽ ഒരുങ്ങുന്നത് എന്നാണ്. ഭരണവിരുദ്ധ വികാരവും വികസന മുരടിപ്പും ചർച്ചയാകുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF സഖ്യം വലിയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ തിരിച്ചെത്തുമെന്നാണ് ഏഷ്യാനെറ്റ് ന്യൂസ് പ്രവചിക്കുന്നത്. സംസ്ഥാനത്തെ 140 മണ്ഡലങ്ങളിൽ പകുതിയിലധികം സീറ്റുകൾ നേടി UDF അട്ടിമറി വിജയം നേടുമെന്നാണ് ചാനൽ സർവേ പറയുന്നത്. ആകെയുള്ള 140 മണ്ഡലങ്ങളിൽ 85 സീറ്റുകൾ വരെ നേടി UDF അധികാരമുറപ്പിക്കുമ്പോൾ നിലവിലെ ഭരണപക്ഷമായ LDF 54 മുതൽ 71 സീറ്റുകളിലേക്ക് ചുരുങ്ങി ഊർദ്ധശ്വാസം വലിക്കുമെന്നും സർവേ അഭിപ്രായപ്പെടുന്നു. കേരളത്തിലെ NDAക്ക് പരമാവധി ഒരു സീറ്റിൽ കൂടുതൽ നേടാനാവില്ലെന്നും സർവേ വ്യക്തമാക്കുന്നുണ്ട്. സംസ്ഥാനത്ത് NDAക്ക് ആകെ ഒരു സീറ്റിൽ മാത്രമേ പ്രതീക്ഷ അർപ്പിക്കാൻ സാധിക്കൂ എന്നാണ് ഏഷ്യാനെറ്റ് ന്യൂസ് പുറത്തുവിട്ട സർവേ സൂചിപ്പിക്കുന്നത്. ഓരോ ജില്ലയുടെയും വികാരം പരിശോധിക്കുമ്പോൾ UDFന്റെ ആത്മവിശ്വാസം ഇരട്ടിയാക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. മലപ്പുറം ജില്ലയിൽ ഇക്കുറി റെക്കോർഡ് മുന്നേറ്റമാണ് പ്രവചിക്കപ്പെടുന്നത്. ജില്ലയിലെ 16 മണ്ഡലങ്ങളിൽ 14 മുതൽ 15 വരെ സീറ്റുകൾ UDF തൂത്തുവാരുമ്പോൾ LDFന് 1-2 സീറ്റുകൾ കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരും. മലബാറിലെ ഈ വൻ മുന്നേറ്റം UDFന്റെ വിജയ സാധ്യതകളെ വലിയ തോതിൽ സ്വാധീനിക്കുന്നുണ്ട്. എറണാകുളത്തും ജനവികാരം UDFനൊപ്പമാണ്. 14 മണ്ഡലങ്ങളിൽ 11 സീറ്റുകൾ വരെ UDF നേടുമെന്ന് പ്രവചിക്കുമ്പോൾ LDFന് അവിടെ വലിയ രീതിയിൽ അടിതെറ്റുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. കോട്ടയത്തും UDF തരംഗം പ്രകടമാണ്. കേരള കോൺഗ്രസ് എമ്മിന്റെ മുന്നണി മാറ്റം UDFനെ തെല്ലും ബാധിച്ചിട്ടില്ലെന്നും 6 സീറ്റുകൾ വരെ നേടി ജില്ല UDF പിടിച്ചെടുക്കുമെന്നും സർവേ അടിവരയിട്ട് പറയുന്നു. തെക്കൻ കേരളത്തിൽ UDF നടത്തുന്ന വലിയ തിരിച്ചുവരവ് കപ്പിത്താനെയും കപ്പലിനെയും തെല്ലൊന്നുമല്ല ആട്ടിയുലയ്ക്കുന്നത്. പത്തനംതിട്ടയിൽ കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട ആധിപത്യം UDF തിരിച്ചു പിടിക്കുമെന്നാണ് സർവേ പ്രവചിക്കുന്നത്. ജില്ലയിലെ എല്ലാ സീറ്റുകളിലും UDFന് വിജയസാധ്യതയുണ്ടെന്നാണ് പ്രാഥമിക കണക്കുകൾ പറയുന്നത്. ഇടുക്കിയിലും ഹൈറേഞ്ച് മേഖലയിലെ വോട്ടർമാർ UDFനെ നെഞ്ചോട് ചേർക്കുന്നുണ്ടെന്നും സർവേ ഫലങ്ങളിൽ നിന്നും വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. കൊല്ലത്ത് കനത്ത പോരാട്ടമാണ് നടക്കുന്നതെങ്കിലും UDF 6 സീറ്റുകൾ വരെ നേടി കരുത്ത് തെളിയിക്കുമെന്നാണ് സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. തൃശൂരും പാലക്കാടും കോഴിക്കോടും UDF വലിയ പോരാട്ടമാണ് കാഴ്ചവെക്കുന്നത്. തൃശൂരിൽ 7 സീറ്റുകൾ വരെ നേടി UDF മുന്നേറുമ്പോൾ കോഴിക്കോട് ജില്ലയിലും UDF വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്നാണ് സർവേ പറയുന്നത്. അവിടെ 7 സീറ്റുകൾ വരെ UDFന് ലഭിക്കാൻ സാധ്യതയുണ്ട്. വയനാട്ടിലെ 3 സീറ്റുകളിലും UDFന് വിജയം സുനിശ്ചിതമാണ്. വടക്കൻ കേരളത്തിലെ കാസർഗോഡ് ജില്ലയിലും 3 സീറ്റുകൾ വരെ നേടി UDF ആധിപത്യം ഉറപ്പിക്കുമെന്നും സർവേ ഫലങ്ങൾ പറയുന്നു. തിരുവനന്തപുരം ജില്ലയിൽ മാത്രമാണ് LDFന് നിലവിൽ സ്വാധീനമുള്ളതെന്ന് സർവേ പറയുന്നുണ്ടെങ്കിലും സംസ്ഥാന വ്യാപകമായി വീശിയടിക്കുന്ന ഈ UDF തരംഗം തലസ്ഥാന നഗരിയെയും സ്വാധീനിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. കണ്ണൂരിലും പോരാട്ടം ശക്തമാണ്. അവിടെ LDFന് സീറ്റുകൾ കുറയുമെന്നാണ് വോട്ട് ഓൺ അക്കൗണ്ട് വ്യക്തമാക്കുന്നത്. ജനവികാരം UDFന് അനുകൂലമായി മാറാൻ നിരവധി കാരണങ്ങളാണ് വോട്ടർമാർ ചൂണ്ടിക്കാട്ടുന്നത്. വിലക്കയറ്റം, തൊഴിലില്ലായ്മ, കാർഷിക മേഖലയിലെ തകർച്ച, ക്രമസമാധാന നിലയിലെ വീഴ്ചകൾ എന്നിവയെല്ലാം ജനങ്ങളെ ഭരണപക്ഷത്തിനെതിരെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളായി പറയപ്പെടുന്നു. അഴിമതി ആരോപണങ്ങളും ഭരണത്തിലെ വിള്ളലുകളും LDFന്റെ അടിത്തറയെ ബാധിച്ചിട്ടുണ്ടെന്ന് ഓരോ മണ്ഡലത്തിലെയും സർവേ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. NDA ആകട്ടെ ചില മണ്ഡലങ്ങളിൽ ശക്തമായ മത്സരം കാഴ്ചവെക്കുന്നുണ്ടെങ്കിലും സീറ്റ് നിലയിൽ വലിയ മാറ്റം കൊണ്ടുവരാൻ അവർക്ക് സാധിക്കില്ല. ചുരുക്കത്തിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ വലിയൊരു രാഷ്ട്രീയ മാറ്റത്തിന് സാക്ഷ്യം വഹിക്കുമെന്നാണ് ഏഷ്യാനെറ്റ് ന്യൂസ് നടത്തിയ സമഗ്ര സർവേ പ്രവചിക്കുന്നത്. 85 സീറ്റുകൾ എന്ന മാന്ത്രിക സംഖ്യയിലേക്കുള്ള UDFന്റെ കുതിപ്പ് തടയാൻ LDFന് കഴിയില്ല എന്നാണ് നിലവിലെ ട്രെൻഡുകൾ നൽകുന്ന സൂചന.